ഹായ് ഫ്രണ്ട്സ്, മിക്ക പേർക്കും ചെമ്മീൻ ഇഷ്ടമാണ്. പക്ഷേ അത് അധിക പേരും പുറത്തു പോകുമ്പോഴേ കഴിക്കലുള്ളൂ അല്ലേ. വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കുന്നത് വളരെ കുറവായിരിക്കും. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇത് പൊളിക്കാൻ അറിയില്ല എന്നുള്ളതുകൊണ്ടല്ലേ. അപ്പോൾ ഏത് കുഞ്ഞു ചെമ്മീനും എങ്ങനെ പെട്ടെന്ന് പൊളിക്കാമെന്ന് നോക്കാട്ടോ. ഇക്കൻ്റെ ഒരു അമ്മായി ഉണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ എല്ലാവരും തന്നെ അമ്മായി എന്നാണ് വിളിക്കുക. ആ അമ്മായിക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പൊളിക്കാൻ അറിയില്ല. അപ്പോൾ ഞാനും പോലെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് മാത്രമേ ഒരു ചെമ്മീൻ വാങ്ങുള്ളൂ. അപ്പോൾ തല ഇങ്ങനെ കണ്ണിൻ്റെ നേരെ താഴെയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കത്രിക അല്ലെങ്കിൽ കൈ കൊണ്ട് മുറിച്ച് കൊടുത്താലും മതി. ഞാനൊന്ന് ഫോമാക്കാൻ വേണ്ടി കത്രിക എടുത്താട്ടോ. സാധാരണ ഞാൻ കൈ കൊണ്ട് തന്നെ പൊളിക്കൽ. പിന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ നുള്ളിയെടുത്താൽ ഈ തോല് ഇങ്ങനെ സിമ്പിളായിട്ട് കിട്ടും. ആ നടുക്ക് ഭാഗം മാത്രം തൊലിച്ചാൽ മതി. ബാക്കി നമ്മൾ ആ മൂട്ടിൽ പിടിച്ച് ആ വാലിൻ്റെ അവിടെ പിടിച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി ഭയങ്കര വൃത്തി പ്രശ്നമുള്ളവർക്കുണ്ടല്ലോ, ഇവിടെ ഒരു കട്ടിങ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടൊരു നൂലിങ്ങനെ വലിച്ചെടുത്താൽ ചിലർക്കൊക്കെ പറയണതാണ് ചെമ്മീനൊക്കെ കഴിച്ചാൽ വയറുവേദന വരും. ഈ വയറുവേദനയുടെ കാരണക്കാരൻ ഈ നൂലാന്ന് പറയണ ഉണ്ട്. ഈ ഒരു അന്ധവിശ്വാസവും എനിക്കില്ല. ഞാൻ ഈ ചെമ്മീൻ്റെ ഇവിടെ ഒന്നും കളയലില്ല കേട്ടോ. ഈ വലിയ ചെമ്മീനാണെങ്കിലൊക്കെ അത് കാണുമ്പോൾ തന്നെ ഒരു ബോറായി തോന്നുമ്പോൾ എടുക്കലുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കുഞ്ഞു ചെമ്മീനൊന്നും ഞാനത് ചെയ്യലില്ല കേട്ടോ. ഇങ്ങനെ പൊളിക്കുമ്പം ഇത് വളരെ എളുപ്പത്തിൽ പൊളിച്ചു കഴിയും. അതുകൊണ്ട് തന്നെ കുറേ ചെമ്മീൻ കൊണ്ടുവന്നാലും എനിക്കിവിടെ പ്രശ്നം ഉണ്ടാവലില്ല. പക്ഷേ ചില മീനുകളൊക്കെ കുറേ കൊണ്ടുവന്നാൽ എനിക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവലില്ല കേട്ടോ. മാന്തൽ, നെത്തോലി ഇങ്ങനത്തെ മീനൊക്കെ മുറിക്കാൻ എനിക്ക് അത്ര വലിയൊരു താല്പര്യം തോന്നലില്ല. പക്ഷേ ഈ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ എത്ര പൊടിച്ചെമ്മീനാണെങ്കിലും പെട്ടെന്ന് പൊളിച്ചു കഴിയും. പിന്നെ അതിൻ്റെ തോല് പൊളിക്കുമ്പം ആ വയറിൻ്റെ ഭാഗത്ത് മാത്രം ഒന്ന് പൊളിച്ചെടുത്താൽ മതി. മറ്റത് വാലിൻ്റെ അവിടെ ഒന്ന് പിടിച്ച് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങോട്ട് പോകുന്നുള്ളൂ. ഇനി നിങ്ങൾ ചെമ്മീൻ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ സാധനം കളയലുണ്ടോയെന്നും കൂടി പറഞ്ഞു തരണം കേട്ടോ. ഞാൻ അങ്ങനെ വല്ലാതെ കളയലൊന്നുമില്ല. വലിയ ചെമ്മീനൊക്കെ അത് കളയലുള്ളൂ. കുഞ്ഞു ചെമ്മീനൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ കത്രിക ഇല്ലാതെ തന്നെ ശരിക്കും ഞാൻ ചെമ്മീൻ മുറിക്കലിതാ. ഈ തലഭാഗം അങ്ങനെ അങ്ങോട്ട് പിച്ചിട്ട് കൊടുക്കും. എന്നിട്ട് തോലിങ്ങനെ എടുത്തിട്ട് വാല് നേരത്തെ പോലെ പ്രസ് ചെയ്യുക. അപ്പോൾ കത്രിക വെച്ച് ഓരോ ചെമ്മീൻ കട്ട് ചെയ്യാമെന്നും പറഞ്ഞാൽ അത്ര വലിയൊരിതൊന്നുമില്ല. തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ എക്സ്പേർട്ട് ആകുമ്പം നമ്മളിങ്ങനെ വിളിക്കുകയുള്ളൂ. കണ്ട ചെമ്മീൻ ഫുള്ള് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു ബൗളിനുള്ളതേ ഉള്ളൂ. അത് പിന്നെ പൊതുവേ ചെമ്മീൻ അങ്ങനെയാണല്ലോ, പൊളിച്ചു കഴിഞ്ഞാൽ കുറച്ചൊന്ന് കുറയുമല്ലോ. അപ്പോൾ അത് എത്ര പണിയുള്ളൂ ചെമ്മീൻ പൊളിക്കാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അതെനിക്കൊരു സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.